മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ പെസഹ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നമ്മളിപ്പോൾ വർഷത്തിലൊരിക്കൽ പെസഹ വ്യാഴാഴ്ച ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ് പെസഹ അപ്പം. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുവേ. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 1 കപ്പ് അരി എടുത്തേക്കുന്നു, പച്ചരി. അതൊരു 6 മണിക്കൂറോളം കുതിർത്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഇതുപോലത്തെ 1 കപ്പിന് തേങ്ങ. പിന്നെ വേണ്ടത് ഒരു 3-4 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളിയുമാണ്. പിന്നെ ജീരകം, ചെറിയ ജീരകവും കൂടെ വേണം. ആദ്യം നമ്മളിത് ചെയ്യുന്നത് ഈ അരി ഈ മിക്സിയുടെ ഈ ജാറിലോട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണേ. ചിലർ ഉഴുന്നും അരിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നത് ആദ്യം അരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1/4 ഭാഗം അരച്ചെടുക്കും. അധികം വെള്ളം കൂടി പോകരുത്, ഒട്ടും ഭയങ്കര ലൂസായിട്ട് വരരുത്. ഇങ്ങനെ നിന്നാൽ മതി കേട്ടോ. അരിയുടെ മേളിലോട്ട് വെള്ളം വരരുത്. ഇത് നമുക്കൊരു 1/4 ഭാഗം ഒന്ന് അരച്ചെടുക്കണം. ആ അരയ്ക്കുന്ന സമയം ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തങ്ങ് അരയ്ക്കും കേട്ടോ. തേങ്ങ ഇച്ചിരി അരയാത്ത രീതി വേണം തേങ്ങ കിടക്കുക. അതൊന്ന് ചതച്ച് കിട്ടിയാൽ മതി തേങ്ങ. ഈ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നായിട്ട് അരയണം. ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ ഇടത്തില്ലേ, അതുപോലത്തെ ജീരകം കൂടി ഇടുവേ. എന്നിട്ട് ഈ അരി ഒരു 1/4 ഭാഗം അരഞ്ഞ് കഴിയുമ്പോൾ തേങ്ങയും കൂടി ഇട്ട് ഞാനൊന്ന് അരച്ചെടുക്കും. ഈ അരി ഒരു 1/4 ഭാഗം അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അരയണ്ട കേട്ടോ. ഒന്നും കൂടെ ഒരു മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അരിയും തേങ്ങയും കൂടെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ വേണം, വെള്ളം കൂടി പോകരുതേ. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്ക് ഈ ഉഴുന്ന് ഇതുപോലെ അരച്ചെടുക്കണേ. ഉഴുന്ന് അരയ്ക്കുമ്പോഴും അതുപോലെ വെള്ളം അധികം കൂടി പോകരുത്. അരിയെക്കാട്ടി ഒരു സ്വല്പം കൂടെ വെള്ളം വേണം. അരി അരയ്ക്കുന്നതിനെക്കാട്ടി ഒരു സ്വല്പം കൂടെ വെള്ളം കൂടുതൽ വേണം, കാരണം ഇതങ്ങ് പെട്ടെന്നങ്ങ് കുറുകി വരുവേ. ഇത്രയും മതിയാവും. ഇനി ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. നമ്മളത് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉഴുന്നൊട്ടും കുറഞ്ഞു പോകരുത് കേട്ടോ, കാരണം ഇത് നമ്മൾ പുളിപ്പൊന്നും ഇല്ലാതെ പുളിക്കാത്ത അപ്പമല്ലേ. അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് അപ്പം ഇരിക്കണമെങ്കിൽ ഉഴുന്ന് കറക്റ്റായിട്ട് വേണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ കഴിഞ്ഞേ ഞാൻ അപ്പം ഉണ്ടാക്കത്തുള്ളേ. 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് പുളിക്കാത്ത അപ്പമാണ്, നമ്മൾ പുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണേ. ഉപ്പ് എല്ലാ ഭാഗത്തും ആകണം. ഇതിനകത്ത് മധുരമോ അങ്ങനെയുള്ള യാതൊന്നും ഇടത്തില്ല കേട്ടോ നമ്മൾ. ഇനി ഒരു 1 മണിക്കൂർ, 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ അത്രയും നേരം വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അപ്പം പുഴുങ്ങിയെടുക്കാം. നമ്മളിവിടെ മാവ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളമായേ. നമുക്കിത് തുറന്നിട്ട് ഇനി പെസഹ അപ്പം ഉണ്ടാക്കാവേ. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ തന്നെ തൂക്കുന്നതാണ് നല്ലത് കേട്ടോ. നെയ്യോ ബട്ടറോ ഒന്നും തൂക്കരുത്, വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പണ്ടൊക്കെയുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മിച്ചമൊന്നും എടുത്ത് കളയൊന്നുമില്ല. അങ്ങനെ കളയാത്ത രീതിയിലേ ഉണ്ടാക്കത്തുള്ളൂ. അധികമൊന്നും വരുന്ന രീതിയിലൊന്നും അവരുണ്ടാക്കത്തില്ലേ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കഴുകിയ വെള്ളമൊന്നും നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും അവർ ഒഴിക്കത്തില്ല കേട്ടോ. അതുപോലെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇനി ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 15-20 മിനിറ്റോളം വേവിക്കണമേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിൽ കുരുത്തോലയില്ലേ, അതുകൊണ്ട് ചെറിയൊരു കുരിശുണ്ടാക്കി മേളിലോട്ട് വെക്കും. ഒരു സ്വല്പം കഴിഞ്ഞ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ, അല്ല നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് അതിൻ്റെ അടിയിലോട്ട് അങ്ങായി പോവും, ഈ മാവിൻ്റെ അടിയിലായി പോവും. അപ്പം നമുക്ക് കുരിശ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് വേവിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം അങ്ങനെ ഒരു കുരിശുണ്ടാക്കി
ഇതിൻ്റെ മേളിൽ നമുക്ക് വെക്കാവേ. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊരുമാതിരി ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പാത്രം ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണേ. നമ്മുടെ ഈ അപ്പം ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുരിച്ച് വെച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ കാണിക്കാം അന്നേരവേ. ഇത് നമ്മളിവിടെ ഈ അപ്പം ഇവിടെ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുരുത്തോലയുടെ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം. നമ്മുടെ കുരിശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരിശപ്പം അല്ലെങ്കിൽ പെസഹാപ്പം ഇങ്ങനെല്ലാം പറയും. നമ്മൾ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആരാന്ന് വെച്ചാൽ അവരായിരിക്കും. ഇപ്പം വല്യപ്പച്ചനുണ്ടെങ്കിൽ വല്യപ്പച്ചൻ, അല്ലെങ്കിൽ വല്യപ്പച്ചനില്ലെങ്കിൽ പ്രായത്തിന് ഏറ്റവും മുതിർന്നവരാണ് ഇത് മുറിക്കുന്നത്. സന്ധ്യയ്ക്ക് കുരിശുവരെയൊക്കെ കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയോടൊക്കെയാണ് ഇത് മുറിക്കുന്നത്. വളരെ ഭക്തിയോടെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണിത്. ഇതും പാല്, ഇതിൻ്റെ കൂടെ ഒരു പാലും കൂടെ ഉണ്ടാക്കും. അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇതൊരു 13 പീസായിട്ട് മുറിക്കും. എന്നിട്ടാണ് ഓരോ പീസ്, അതും കൊടുക്കുന്നതാണേലും വീട്ടിലെ മുതിർന്ന ആൾക്കാർ വെച്ചിട്ട് താഴ്ത്ത് അങ്ങനെ ഏറ്റവും അവസാനം കുട്ടികൾക്ക് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനിത് പെസഹായുടെ അന്നാണ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കിനി അടുത്ത വർഷം പെസഹായ്ക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഈസി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് തേങ്ങയും എല്ലാം കൂടെ സെപ്പറേറ്റ് അരച്ചൊക്കെ എടുക്കും. ഇത് ഞാൻ ആ അരിയുടെ കൂടെ തന്നെ എല്ലാം എടുത്ത് അരച്ചെടുക്കും. നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് അടുത്ത വർഷം ഇതൊന്ന് ട്രൈ ചെയ്യണേ. പാലും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാൻ കേട്ടോ. നമുക്കിന്ന് പെസഹ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന പാലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ശർക്കര ഉരുക്കിയതാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ 2-ാം പാലും 3-ാം പാലും. 1-ാം പാല് നമ്മൾ സെപ്പറേറ്റ് വെക്കണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് ചുക്ക്, 3 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത് 3ഉം കൂടെ നമ്മൾ പൊടിച്ചെടുക്കണേ. ഇതിപ്പം ഇതിനെക്കാട്ടി കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകൾക്കും വ്യത്യാസം വരുവേ. ഇപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ കൂടുതൽ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ശർക്കരയും പിന്നെ അരിപ്പൊടി അതെല്ലാം കുറച്ചേ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മളിവിടെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. അടിയിൽ മൊത്തം ഒഴിക്കരുത്. അടിയിൽ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെക്കണം. ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുക്കണേ. ഇതൊന്ന് തിളയ്ക്കണം. ഇവിടെ നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റോളം ഞാനിത് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച്, നമ്മൾ ആദ്യത്തെ 1-ാം പാൽ എടുത്ത് വെച്ചേക്കുന്നില്ലേ, അത് കുറച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് അരിപ്പൊടി കലക്കി അങ്ങോട്ട് ഒഴിക്കണേ. ഈ അരിപ്പൊടി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കട്ടയെല്ലാം കളഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അന്നേരത്തിന് സിമ്മിലേക്ക് ആക്കിയേക്കണം. കാരണം ഈ അരിപ്പൊടി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കട്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഇളക്കിയും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കട്ടയില്ലാതെ എടുത്താൽ ഈ ചൂടിലോട്ട് അങ്ങോട്ട് വീഴുമ്പോഴേ കുറച്ചൊന്ന് കട്ടയാതെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അരിപ്പൊടിയൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു കട്ട പോലെ വരും കേട്ടോ. അത് നമ്മളിങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ചുക്ക്, ജീരകം, പിന്നെന്താ ഏലക്ക, അതും ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ആ 1-ാം പാലുണ്ടല്ലോ അതും കൂടെ അങ്ങ് ഒഴിച്ചേക്കണം. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ നിൽക്കരുതേ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. നമ്മുടെ പെസഹാപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാല് റെഡിയായി.
ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയേ. നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുരിശൊക്കെ വരച്ചിട്ട് ഇത് മുറിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അപ്പമൊക്കെ കഴിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇന്ന് ഞാനിപ്പോൾ പെസഹായ്ക്കാണ് ഉണ്ടാക്കുന്നത്. അടുത്ത വർഷത്തെ പെസഹായ്ക്ക് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. താങ്ക് യു.